മാംഗല്യം ഭാഗം 8. സൂര്യ അവൾ അവനെ വിളിക്കാൻ പോയപ്പോഴേക്കും അവൻ അവളുടെ ഇരു ചുണ്ടുകളും ഒരുമിച്ച് അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് കോർത്തു. അവൾ ഒന്നേങ്ങി. അവൻ അവളുടെ ഇരു ചുണ്ടുകളും ഒരുമിച്ച് നുണഞ്ഞു. അവൾ അവനെ തടയാൻ ശ്രമിച്ചു. എങ്കിലും അവൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങി നിൽക്കാനേ അവൾക്ക് സാധിച്ചുള്ളൂ. അവൻ അവളുടെ മേൽചുണ്ട് വിട്ട് കീഴ്ചുണ്ട് മാത്രം നുണഞ്ഞു വലിച്ചു. അവൻ്റെ ചുംബനം തികച്ചും വന്യമായിരുന്നു. എന്തോ വാശി പോലെയായിരുന്നു അവൻ്റെ ചുംബനം. അത് 2 ദിവസം അവളെ കാണാതെയും സംസാരിക്കാതെയും ഇരുന്നതിലുള്ള പരിഭവമാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൻ അവളുടെ മേൽചുണ്ടിലേക്ക് ചേക്കേറി. അവൾ ഒന്ന് മൂളി. അവളും ആ ചുംബനം ആഗ്രഹിച്ചു തുടങ്ങി എന്നവന് മനസ്സിലായി. അവൻ്റെ ഒപ്പമെത്താൻ സാധിച്ചില്ല എങ്കിലും അവളും അവനെ തിരികെ ചുംബിച്ചു. ചുംബനം പല്ലും കടന്ന് നാവിലേക്കെത്തി. അവളുടെ മൂളലും കുറുകലുകളും ശക്തമായി. അവൻ പെട്ടെന്ന് ചുംബനം നിർത്തി അവളുടെ കഴുത്തിലേക്ക് മുഖമമർത്തി. സൂര്യേട്ടാ, അവളുടെ കിതപ്പോടെയുള്ള ശബ്ദം. അവന് മൂളാനേ സാധിച്ചുള്ളൂ. അവൻ അവളുടെ കഴുത്തിലാകെ ചുംബിച്ചു. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്നുകൊണ്ടിരുന്നു. അവളും അവനിൽ നിന്നും എന്തൊക്കെയോ ആഗ്രഹിക്കാൻ തുടങ്ങി. അവൾ അവൻ്റെ മുഖം കഴുത്തിലേക്ക് കൂടുതൽ അമർത്തിപ്പിടിച്ചു. അവൻ അവളുടെ കഴുത്തിൽ ദന്തങ്ങളാൽ പാടുകളേൽപ്പിക്കാൻ തുടങ്ങി. അവന് അവളുടെ മാറിലേക്ക് ചേക്കേറാൻ ആഗ്രഹം തോന്നി. ഉള്ളിൽ വികാരങ്ങൾ തിങ്ങിമറിഞ്ഞു. എന്നാലും അവൾക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി അവൻ അടങ്ങി നിന്നു. എങ്കിലും അവൻ്റെ ഉള്ളിൽ അവളെ എന്തൊക്കെയോ ചെയ്യാനുള്ള മോഹം തോന്നി. അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി തന്നെ വെച്ചു. ഇടുപ്പിലിരിക്കുന്ന കൈകൾ കൊണ്ട് അവൻ അവളുടെ മാറിലേക്ക് ഉയർത്തിയെങ്കിലും പെട്ടെന്ന് താഴ്ത്തിക്കളഞ്ഞു. അവളും ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവൾക്ക് അവനോടുള്ള പരിഭവം ആ ചുംബനത്തിൽ അലിഞ്ഞു തീർന്നു. ഇപ്പോൾ എന്തിനോടോ ഉള്ള മോഹമാണ് അവൾക്കും. അവൻ കഴുത്തിൽ നിന്നും മുഖമുയർത്തി അവളെ നോക്കി. തൻ്റെ ചുംബനത്തിൽ തളർന്ന് കണ്ണുകൾ കൂമ്പിയടഞ്ഞു നിൽക്കുന്നവളെ കാണെ അവന് അവളോട് അടങ്ങാത്ത പ്രണയം തോന്നിപ്പോയി. അവൻ അവളുടെ ചുണ്ടിൽ വീണ്ടും അമർത്തി ചുംബിച്ചു. മാറാൻ നിന്നപ്പോഴേക്കും അവൾ ആ ചുംബനം വീണ്ടും ഏറ്റെടുത്തു. അവൾ നൽകുന്ന ചുംബനത്തിൽ അവൻ സ്വയം നഷ്ടപ്പെടുന്നതായി തോന്നി. അവൻ്റെ കൈകൾ എത്ര വേണ്ട എന്ന് വെച്ചിട്ടും അവളുടെ മാറിൽ ഒന്ന് തഴുകി തലോടിപ്പോയി. അപ്പോഴേക്കും ഷിലു ഞെട്ടി കണ്ണു തുറന്ന് അവനെ നോക്കി. ചുംബനം നിർത്തി അവൾ അവനെ ഇറുകെ പുണർന്നു. അവളുടെ മാറുകൾ ശക്തമായി തന്നെ അവൻ്റെ നെഞ്ചിൽ ഇടിച്ചു. തുമ്പി, അവൻ്റെ മുരൾച്ചയോടെയുള്ള സ്വരം. അവൾ ഒന്ന് മൂളി. ഞാൻ തൊട്ടോട്ടെ? അവൾക്ക് എന്തു മറുപടി പറയണം എന്നറിയുന്നുണ്ടായിരുന്നില്ല. ഒരു നിമിഷം താനും ആഗ്രഹിച്ചതാണ്. പ്ലീസ്. അവൻ്റെ സ്വരം ദയനീയമായി. അവൾ അവനെ വിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളിൽ പ്രണയമാണ്. ഇടുപ്പിലിരിക്കുന്ന കൈകൾ അവൻ പതിയെ മുകളിലേക്കുയർത്തി. എന്നാൽ അതിനു മുൻപേ അവൾ ആ കൈകളെ പിടിച്ചു നിർത്തി. അവൻ്റെ മുഖത്ത് പെട്ടെന്ന് നിരാശ പടർന്നു. എന്നാൽ അവൾ തന്നെ അവൻ്റെ വലത് കൈയെടുത്ത് അവളുടെ ഇടതു മാറിലേക്ക് വെച്ചു. ഒരു നിമിഷം ഇരുവരുടെയും ശ്വാസം പോലും നിന്നുപോയി. അവൾ മതിലിലേക്ക് ചാരി നിന്നു. കൈകൾ അവൻ്റെ ഷർട്ടിൽ ചുരുട്ടിപ്പിടിച്ചു. അവളുടെ മാറിൽ അവൻ്റെ കൈകൾ ഒന്ന് തഴുകി. അവൾ കിതയ്ക്കുന്നത് കൊണ്ട് തന്നെ മാറ് ഉയർന്നു താഴുകയായിരുന്നു. എന്നാൽ അവൻ അപ്പോൾ തന്നെ കൈയെടുത്ത് അവളെ ഇറുകെ കെട്ടിപ്പിടിച്ചു. അവളും അവനെ തിരികെ പുണർന്നു. സൂര്യേട്ടാ. കിതപ്പൊന്നടങ്ങിയതും അവൾ അവനെ വിളിച്ചു. പൊന്നാ, ദേഷ്യം തോന്നുന്നുണ്ടോ എന്നോട്? ഇല്ല. അവളുടെ മറുപടി അപ്പോൾ തന്നെ വന്നു. അവൻ അവളെ വിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. കുങ്കുമം വാരി വിതറിയതുപോലെ അവളുടെ മുഖമാകെ ചുവന്നിരുന്നു. തൻ്റെ പെണ്ണ്. അവൻ അവളുടെ വിടർന്ന നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ഐ മിസ്ഡ് യു. ഞാനും. 2 പേരും ബെഡിൽ വന്നിരുന്നു. എൻ്റെ തുമ്പി ആകെ ക്ഷീണിച്ചു. വല്ലാത്ത കോലമായി. പനിയുടെ ആണ്. ഇങ്ങോട്ട് വരുന്നത് ആരെങ്കിലും കണ്ടോ? പിന്നെ ഞാൻ മൈക്ക് വെച്ച് അനൗൺസ് ചെയ്തിട്ടാണ് വന്നത്. അവൻ അങ്ങനെ പറഞ്ഞതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. അതല്ല, അപ്പച്ചിയും കിച്ചുവും വല്ലതും അറിഞ്ഞോ എന്ന്. ഏയ്, ഞാൻ ആരോടും പറഞ്ഞില്ല. എൻ്റെ കുഞ്ഞു കാണണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ഇരിക്കാൻ തോന്നിയില്ല. രണ്ടും കൽപ്പിച്ച് ഇങ്ങോട്ട് പോന്നു.
അത് പറഞ്ഞതും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. എൻ്റെ പൊന്നിന് എന്താ എന്നോട് പറയാനുള്ളത്? സൂര്യേട്ടൻ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ഇല്ല, പറയ്. അവൻ അവൾക്ക് വാക്ക് കൊടുത്തു. ഇന്നലെ എൻ്റെ പെണ്ണ് കാണലായിരുന്നു. വാട്ട്? എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ നീ? ഞാൻ തന്നെ അവർ വന്നതിന് ശേഷമാണ് ഇതറിഞ്ഞത്. അവൾ അന്നത്തെ സംഭവം അവന് പറഞ്ഞു കൊടുത്തു. പെണ്ണ് കണ്ടു എന്നല്ലേ ഉള്ളൂ, അതിനൊക്കെ പനി വരുന്നു എന്ന് പറഞ്ഞാൽ കഷ്ടമാണ് തുമ്പി. എനിക്ക് പറ്റില്ല സൂര്യേട്ടാ, ഏട്ടൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ. പറഞ്ഞു മുഴുവനാക്കാതെ അവൾ അവനെ ചുറ്റിപ്പിടിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദേ, കരയാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോകും. അവൾ മുഖമുയർത്തി അവനെ നോക്കി. അവൻ അവളുടെ മുഖം തൻ്റെ മുണ്ടിൻ്റെ അറ്റം ഉപയോഗിച്ച് തുടച്ചു കൊടുത്തു. എൻ്റെ കൊച്ച് ഈ ചെറിയ കാര്യത്തിനാണോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അവർ വന്ന് കണ്ടിട്ടങ്ങ് പോയി എന്നല്ലേ ഉള്ളൂ. നിനക്കിഷ്ടമായില്ല എന്നങ്ങോട്ട് പറയണം. നിന്റെ ഇഷ്ടം നോക്കിയല്ലേ കല്യാണം അവൻ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ അവൾ വീണ്ടും പറഞ്ഞു. ഈ മാസം 28-ാം തീയതി നിശ്ചയം ഉറപ്പിച്ചു. എന്ത്? സത്യമാണ്. എന്നോടാരും അഭിപ്രായം ചോദിച്ചില്ല. അവർ തീരുമാനിച്ചുറപ്പിച്ചു. തുമ്പി, പക്ഷേ നിനക്ക്? എനിക്കൊന്നും പറയാനായില്ല സൂര്യേട്ടാ. അച്ഛനും അമ്മയും എല്ലാം തീരുമാനിച്ചതിന് ശേഷമാണ് എന്നോട് പറയുന്നതൊക്കെ. എൻ്റെ വിഷമം ഏട്ടനോടല്ലാതെ ഞാൻ ആരോട് പറയാനാണ്? പക്ഷേ പറയാനായിട്ട് വിളിച്ചപ്പോൾ ഏട്ടൻ ഫോണും എടുക്കുന്നുണ്ടായിരുന്നില്ല. ഞാനാകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അതാവും മനസ്സ് തളർന്നപ്പോൾ കൂടെ ശരീരവും തളർന്നു പോയത്. സൂര്യന് അത് കേട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നൊരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്നാലും ഇത്രയും വേഗം ഇങ്ങനെയൊരു പ്രശ്നം വരും എന്ന് കരുതിയിരുന്നില്ല. താനും കൂടി തളർന്നാൽ അവൾ അതിൽ കൂടുതൽ തളരും. അതുകൊണ്ട് എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചാൽ മാത്രം രക്ഷയുള്ളൂ. അവളില്ലാത്തൊരു ജീവിതം തനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാനാവില്ല ഇനി. തുമ്പി, അച്ഛനോട് ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ? കാര്യമുണ്ടാവും എന്ന് തോന്നുന്നില്ല സൂര്യേട്ടാ. അച്ഛനാണ് ഈ വിവാഹം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അവരുടെ സമ്മതമില്ലാതെ എൻ്റെ തുമ്പിയെ ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് നിനക്ക് ഞാൻ വാക്ക് തന്നിട്ടുള്ളതല്ലേ. എങ്ങനെയെങ്കിലും ഞാൻ അമ്മാവനെ കണ്ട് സമ്മതിപ്പിച്ചോളാം. അല്ല, നിന്നെ കാണാൻ വന്നവൻ്റെ പേരെന്താണ്? ആരവ്. അവൻ്റെ നമ്പർ വല്ലതും ഉണ്ടോ? എൻ്റെ കയ്യിലില്ല. അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ ഫോണിലുണ്ടാകും. ഞാൻ നോക്കാം. ആ, കിട്ടുകയാണെങ്കിൽ എനിക്കൊന്ന് അയച്ചിട്ടേക്ക്. എന്തിനാ സൂര്യേട്ടാ? വെറുതെ നീ അയച്ചിട്ടേക്ക്. അവൻ അങ്ങനെ പറഞ്ഞുവെങ്കിലും അത് നടക്കില്ല എന്നവൾക്കറിയാമായിരുന്നു. എന്നാലും അവളുടെ മനസ്സിൽ ഒരാശ്വാസം നിറഞ്ഞു. നേരെ ഒത്തിരിയായി, ഞാൻ പോവാൻ നോക്കട്ടെ? സൂര്യൻ അവളോട് ചോദിച്ചു. പോണോ? പിന്നല്ലാതെ. ഒരു പോലീസുകാരനായ ഞാൻ രാത്രി കള്ളനെ പോലെ മറ്റൊരു വീട്ടിൽ കയറി വന്നെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ എൻ്റെ കഥ തീർന്നു. അവൻ അങ്ങനെ പറഞ്ഞതും അവൾക്ക് ചിരി വന്നു. ചിരിക്ക്. എൻ്റെ തുമ്പി ഇങ്ങനെ ചിരിക്കുന്നതാണ് എനിക്കിഷ്ടം. നിശ്ചയം നടന്നാലും കല്യാണം ഞാൻ നടത്തില്ല. ഇത് സൂര്യൻ ശലഭിക്ക് തരുന്ന വാക്കാണ്. അവൻ അവളുടെ കയ്യിൽ കൈ ചേർത്തു. നാളെ ഞാൻ ലീവാണ്. മറ്റന്നാൾ കല്യാണത്തിന് പോകണ്ടേ? അതുകൊണ്ട് നാളെ ഒരു ഷോപ്പിങ്ങിന് പോകണം എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈയിടെയായി വല്ലാത്ത വർക്ക് സ്ട്രെസ്സാണ്. സോ ഒരു ലീവ് എടുത്തു. അതുകൊണ്ട് നാളെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഒന്ന് അങ്ങോട്ട് വാ. നോക്കട്ടെ. എങ്കിൽ ഞാൻ പോട്ടെ. അത് പറഞ്ഞ് അവൻ അവളുടെ നെറുകയിൽ ഒന്ന് മുത്തി. അവളുമായി മുറിക്ക് പുറത്തിറങ്ങി. ടെറസിലെ ഡോർ അടയ്ക്കും മുൻപ് അവൾ അവനെ ഒന്നുകൂടി നോക്കി. തന്നിൽ നിന്നും എന്തോ അകന്നു പോകുന്നത് പോലെ തോന്നി അവൾക്ക്. ടെറസിലെ വാതിലടച്ച് മുറിയിലേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സിനെ അലട്ടിയതെല്ലാം ഒരു മഞ്ഞുപോലെ മാഞ്ഞുപോയിട്ടുണ്ടായിരുന്നു. അവളുടെ മനസ്സിൽ സൂര്യൻ മാത്രം നിറഞ്ഞു നിന്നു. അല്പം മുൻപ് തങ്ങളുടെ ഇടയിൽ നടന്നതൊക്കെ ഓർത്തതും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. മുറിയിലേക്ക് കയറി ജനൽ തുറന്നു നോക്കിയപ്പോൾ ബാൽക്കണി വഴി സൂര്യൻ അവൻ്റെ റൂമിലേക്ക് കയറുന്നത് കണ്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് അവൻ്റെ കോള് വന്നു. അവൻ എത്തിയെന്ന് പറഞ്ഞു. 2 ദിവസം തന്നെ അലട്ടിയ പ്രശ്നങ്ങളിൽ നിന്ന് ഒരാശ്വാസം കിട്ടിയതുപോലെ അവൾ അന്ന് സ്വസ്ഥമായിട്ടുറങ്ങി. സൂര്യനും അങ്ങനെ തന്നെ. പക്ഷേ
ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തെന്ന് ഇരുവരും അറിയാതെ നിദ്രയെ പുൽകി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ച് അവൾ അമ്മയോട് പറഞ്ഞ് അപ്പച്ചിയുടെ വീട്ടിലേക്ക് നടന്നു. ആദ്യം ചോദിച്ചപ്പോൾ അമ്മ സമ്മതിച്ചില്ല എങ്കിലും ഞാൻ പോകും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എതിർത്തില്ല. നടന്നു വരുമ്പോൾ തന്നെ കണ്ടു തന്നെ പ്രതീക്ഷിച്ചെന്ന പോലെ മുമ്പിൽ തന്നെ നിൽക്കുന്ന സൂര്യനെ. എന്തോ അവനെ കണ്ടപ്പോൾ തലേ ദിവസം നടന്ന കാര്യങ്ങളാണ് അവൾക്ക് ഓർമ്മ വന്നത്. അതോർത്തതും അവളുടെ മുഖം ഒന്ന് തുടുത്തു. സൂര്യൻ അത് കൃത്യമായി കാണുകയും ചെയ്തു. സൂര്യനെ നോക്കി അകത്തേക്ക് വരുമ്പോഴാണ് കിച്ചു മുന്നിലേക്ക് വന്നത്. എടി തവളക്കണ്ണി, നിനക്ക് വയ്യെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ ഓടി നടക്കുന്നത്? ഞാൻ വെറുതെ വന്നതാണ്. അപ്പച്ചിയെ കണ്ടിട്ട് 2 ദിവസം ആയല്ലോ. ഓ, അല്ലാതെ കാമുകി കാമുകനെ കാണാൻ വന്നതല്ല. ഡാഡാ, നീ പോവാൻ നോക്കിയേ. സൂര്യൻ പറഞ്ഞതും അവൻ അവനെ ഒന്ന് നോക്കി. ഞാൻ ഇങ്ങോട്ട് പോവാനാണ്. അകത്തേക്ക് പോയേ. ഓ, എന്നിട്ട് വേണമായിരിക്കും രണ്ടിനും കൂടെ സൊള്ളാൻ. നടക്കില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. അത് പറഞ്ഞ് അവൻ ഉമ്മറത്ത് തന്നെ ഇരുന്നു. എന്നാൽ നീ ഇവിടെ ഇരിക്ക്. അത് പറഞ്ഞ് സൂര്യൻ ഷിലുവിനെ കൂട്ടി അകത്തേക്ക് നടന്നു. കിച്ചു ആണെങ്കിൽ അത് കണ്ടതും ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ അവരുടെ പുറകെ നടന്ന് അകത്തേക്ക് കയറി. അപ്പച്ചി! അവളുടെ വിളി കേട്ടതും മുറിയിൽ നിന്ന് വരലക്ഷ്മി ഇറങ്ങി വന്നു. ആ, എൻ്റെ കുട്ടി വന്നോ? അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചു. ഒരു പനി വന്നപ്പോഴേക്കും ആകെ ക്ഷീണിച്ചു എൻ്റെ കൊച്ച്. അങ്ങനെ ഓരോന്നും പറഞ്ഞ് അവർ അവളെ പിടിച്ച് സോഫയിലിരുത്തി. ഓരോ മരുന്നും കഴിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ല, എന്നാലും ഇത്ര പെട്ടെന്നൊരു പനി വരാൻ നീ എന്ത് ചെയ്തതാ ഷിലുമോളെ? അത് അവൾക്കൊരു കല്യാണാലോചന വന്നതാണ്. സൂര്യനാണ് ഉത്തരം പറഞ്ഞത്. അവൻ അങ്ങനെ പറഞ്ഞതും ഷിലു അവനെ കണ്ണുരുട്ടി നോക്കി. കല്യാണാലോചനയോ? അപ്പച്ചി തിരികെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചതും സൂര്യൻ നിശ്ചയം വരെ എത്തി നിൽക്കുന്ന അവളുടെ കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞു. അല്ല, ഈ കരുണൻ എന്ന് പറയുന്നത് ഏട്ടൻ്റെ പണ്ടത്തെ ബിസിനസ് പാർട്ട്ണറായിരുന്ന ആളല്ലേ? ആ, പണ്ടത്തെ ഏതോ ഫ്രണ്ടാണെന്നാണ് പറഞ്ഞത്. ഞാൻ കണ്ടിട്ടൊന്നും ഉണ്ടായില്ല. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ അവരെയൊക്കെ കാണുന്നത്. ഈ ചെക്കൻ എങ്ങനെയാ? സൂര്യനാണ് അത് ചോദിച്ചത്. ആരവെന്നാണ് പേര് പറഞ്ഞത്. നേവി ഓഫീസറാണെന്നാണ് പറഞ്ഞതും. ആളുടെ ഫോട്ടോ വല്ലതും ഉണ്ടോ? ഏട്ടൻ ഇതെന്താ ഒരുമാതിരി പോലീസ് ചോദ്യം ചെയ്യുന്നത് പോലെ? കിച്ചു അവനെ കളിയാക്കി. അവൻ പോലീസായതുകൊണ്ട്. അത് കേട്ടതും വരലക്ഷ്മി അവനിട്ട് ഒന്ന് കൊട്ടി. അവൻ അവരെ പല്ല് കടിച്ചുകൊണ്ട് നോക്കി. നോക്കുമ്പോൾ ഷിലു ചിരി കടിച്ചു പിടിച്ചിരിക്കുന്നുണ്ട്. സൂര്യൻ പിന്നെ തികഞ്ഞ ഗൗരവത്തിലാണ്. ഫോട്ടോ എൻ്റെ കയ്യിലില്ല സൂര്യേട്ടാ. ഞാൻ അച്ഛൻ്റെയോ അമ്മയുടെയോ ഫോണിൽ നോക്കട്ടെ. എങ്കിൽ നമ്പർ ഉണ്ടെങ്കിൽ അതും എനിക്ക് അയച്ചിട്ടേക്ക്. ആ, അത് ഇന്നലെ രാത്രി ഏട്ടൻ വന്നപ്പോൾ പറഞ്ഞതല്ലേ? പറഞ്ഞു കഴിഞ്ഞാണ് താൻ എന്താണ് പറഞ്ഞതെന്ന് ഷിലുവിന് മനസ്സിലായത്. അവൾ നാക്ക് കടിച്ചുകൊണ്ട് തിരുത്തി പറഞ്ഞു. സൂര്യനാണെങ്കിൽ ഇതിനൊരു പിരി ലൂസാണോ എന്ന രീതിയിൽ അവളെ നോക്കുന്നുണ്ട്. ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞത് അല്ലേ? കൂടുതൽ ഉരുളണ്ട. ഇന്നലെ ബാൽക്കണി ഡോർ തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഏട്ടനാവുമെന്ന്. പക്ഷേ ഇതിനാണെന്ന് മനസ്സിലായില്ല. എന്തിനാണെന്ന്? ഞാൻ വെറുതെ അവളെ കാണാൻ വേണ്ടി. സൂര്യന് എന്ത് പറയണമെന്നറിയില്ല. ഓ, ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി. വരലക്ഷ്മി ആണെങ്കിൽ സൂര്യനെ തന്നെ നോക്കിയിരിക്കുകയാണ്. എന്നാലും അച്ചൂ, നീ ഇങ്ങനെയൊക്കെ മാറിയോ? അമ്മയും കൂടി. ഞാനൊന്നും പറയുന്നില്ല. എന്താടി തവളക്കണ്ണി, നിനക്കൊന്നും പറയാനില്ലേ? അല്ലെങ്കിൽ 100 നാവാണല്ലോ. അവൻ ഷിലുവിന് ഒന്ന് കൊടുത്തു. എന്നാലും അവളൊന്നും മിണ്ടിയില്ല. സൂര്യൻ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് മുകളിലെ റൂമിലേക്ക് നടന്നു. ദുഷ്ടൻ, എന്നെ ഒറ്റയ്ക്കാക്കി പോകുവാണ്. അവൾ അതോർത്തപ്പോഴേക്കും സൂര്യൻ അവളെയും വിളിച്ചു. തുമ്പി, ഒന്ന് വന്നേ. എൻ്റെ ഒരു ഷർട്ട് തേച്ചതാ. ഷർട്ട് തേക്കാൻ എന്തിനാ ഷിലു? ഏട്ടൻ ഒറ്റയ്ക്കല്ലേ ഷർട്ട് തേക്കാറുള്ളത്? ഇത് റൊമാൻസ് കളിക്കാൻ പോവാണ്. കിച്ചു നിന്ന് കത്തുവാണ്. വരലക്ഷ്മിയാണെങ്കിൽ ഇതൊന്നും കേൾക്കാൻ വയ്യ. അവന് സൂര്യൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളത് വാങ്ങട്ടെ എന്നുള്ള രീതിയിൽ മുറിയിലേക്ക് പോയി. കിച്ചു പറഞ്ഞതും മുകളിലേക്ക് സ്റ്റെപ്പ് കയറാൻ നിന്ന സൂര്യൻ തിരിഞ്ഞ് അവനെ നോക്കി. അപ്പോഴേക്കും കിച്ചു മുറിയിലേക്ക് ഓടിക്കയറി.
അത് കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് ഷിലുവിനെ നോക്കി. അവളുടെ മുഖത്തും പുഞ്ചിരിയാണ്. മുകളിലേക്ക് കയറുമ്പോൾ ഇടയ്ക്ക് അവൻ അവളെ തിരിഞ്ഞു നോക്കി. അവളാണെങ്കിൽ തലയും കുമ്പിട്ടാണ് നടപ്പ്. അവൻ്റെ റൂമിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും അവൻ അവളെ വലിച്ച് മുറിയുടെ വാതിലിൻ്റെ മറവിലേക്ക് നിർത്തി. എന്നാൽ പെട്ടെന്നായതുകൊണ്ട് ഷിലു നന്നായി തന്നെ ഞെട്ടി. കുറച്ച് കൂടുന്നുണ്ട് സൂര്യേട്ടാ. അത് പറഞ്ഞ് അവൾ അവൻ്റെ കയ്യിലൊന്ന് കളിയായി തല്ലി. ശരിയാണ്, ഈയിടെയായിട്ട് കുറച്ചധികം കൂടുതലാണ്. ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ മുഖം ഒന്ന് തുടുത്തു. എൻ്റെ തുമ്പി ഇങ്ങനെ ചുവന്നു വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇന്നലെ ഇതിനേക്കാൾ ചുവന്നു വന്നു. അവൻ പറഞ്ഞതും അവൾക്ക് എന്തെല്ലാമോ തോന്നിപ്പോയി. അവനെ നോക്കാൻ കഴിയുന്നില്ല. അവൾ തല കുമ്പിട്ട് തന്നെ പിടിച്ചു നിർത്തി. എന്നെ നോക്ക്. നോക്കില്ല എന്നുറപ്പാണോ? എങ്കിൽ നോക്ക്. അവൾ അവനെ മുഖമുയർത്തി നോക്കി. ഇത്രയ്ക്ക് നാണം വേണോ? പോയേ സൂര്യേട്ടാ എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. ഷർട്ട് തേച്ച് തരണം എന്ന് പറഞ്ഞിട്ട്? അത് നിന്നെ ഇവിടെ എത്തിക്കാൻ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. അപ്പോൾ കിച്ചു പറഞ്ഞത് വെറുതെ ആയില്ല. പോലീസല്ല, കള്ളനാ. അത് പറഞ്ഞ് അവൾ ചൂണ്ടുവിരൽ കൊണ്ട് അവൻ്റെ നെഞ്ചിൽ ഒന്ന് കുത്തി. കള്ളനാണ്, പക്ഷേ എനിക്ക് നിന്നെ കട്ടെടുക്കാനാണ് ഇഷ്ടം. അവൻ്റെ മുരൾച്ചയോടെയുള്ള പതിഞ്ഞ ശബ്ദം. സൂര്യേട്ടാ മാറിക്കേ. അങ്ങനെ പറയുന്നുണ്ട് എങ്കിലും അവളുടെ ഉള്ളിലും അവൻ അങ്ങനെ ചേർന്ന് നിൽക്കാനായിരുന്നു ആഗ്രഹം. വിക്കരുത് തുമ്പി. അത് പറയലും അവൻ അവളുടെ കീഴ്ച്ചുണ്ട് കടിച്ചെടുത്ത് ഒന്ന് നുണഞ്ഞു വിട്ടു. എല്ലാം പെട്ടെന്നായതുകൊണ്ട് ഷിലുവിന് ഒന്നും മറുത്തു ചെയ്യാനായില്ല. ഇത്രയും അടുത്ത് കിട്ടിയിട്ട് ഒന്നും ചെയ്യാതെ വിടുന്നത് ശരിയല്ലല്ലോ. അവൻ പറഞ്ഞതും അവൾക്ക് ബോധം തിരിച്ചു കിട്ടിയതുപോലെ അവൻ്റെ കയ്യിൽ അമർത്തി കടിച്ചു. ആ, എന്നെ കടിച്ചില്ലേ? അതിന് നിന്നെ ഞാൻ കയ്യിലല്ലല്ലോ കടിച്ചത്. അപ്പോൾ തിരിച്ചു അവിടെ തന്നെ കടിക്കണം, അല്ലാതെ ഇങ്ങനെയല്ല വേണ്ടത്. ഞാൻ പോവാണ്, എന്നെ വിട്ടേ. പറഞ്ഞത് ചെയ്തിട്ട് പോയാൽ മതി. ചെയ്യാതെ വിടില്ല എന്ന് മനസ്സിലായതും അവൾ കാലുയർത്തി അവൻ്റെ ചുണ്ടിൽ അമർത്തി കടിച്ചു. അവൻ്റെ വേദനയോടെയുള്ള ശബ്ദം. അവൾ അവനെ നോക്കി ഒന്ന് ആക്കി ചിരിച്ചു. ചിരിക്കണ്ട നീ. ഇതിനൊക്കെ ചേർത്ത് ഒരു ദിവസം ഞാൻ അങ്ങോട്ട് തരും. അപ്പോൾ ഈ ചിരിയൊക്കെ കണ്ടാ മതി. മിണ്ടാതിരുന്നേ സൂര്യേട്ടാ. എന്നാലും ഈ വേദനയ്ക്കൊരു സുഖമൊക്കെ ഉണ്ട്. അത് പറയുമ്പോൾ അവൻ്റെ മുഖവും ഒന്ന് ചുവന്നു. ഉച്ചയായപ്പോഴാണ് അവർ ഷോപ്പിങ്ങിന് പോവാൻ തീരുമാനിച്ചത്. ഷിലുവിനെ വിളിച്ചുവെങ്കിലും അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു. അവൾക്ക് നിശ്ചയത്തിൻ്റെ കാര്യം ഓർത്ത് പേടിയുണ്ട് എങ്കിലും സൂര്യൻ്റെ വാക്കിനെ അവൾക്ക് വിശ്വാസമായതുകൊണ്ട് മറ്റൊന്നും അവൾ അപ്പോൾ ചിന്തിച്ചില്ല. ഉച്ചയ്ക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇടാനുള്ള സൂര്യൻ്റെ ഷർട്ട് സെലക്ട് ചെയ്യുവാണ് ഷിലു. അലമാരയുടെ മുന്നിൽ അവളെ ചുറ്റിപ്പിടിച്ച് സൂര്യനുമുണ്ട്. സൂര്യേട്ടാ ഒന്ന് മാറി നിന്നേ, ഞാൻ ഇതൊന്ന് എടുക്കട്ടെ. ഞാനിവിടെ നിന്നോളാം, നീ എടുത്തോ. രക്ഷയില്ല എന്ന് കണ്ടതും അവൾ ഒരു ബ്രൗൺ കളർ ഷർട്ട് അതിൽ നിന്നെടുത്തു. അവൾ തന്നെ അയൺ ചെയ്തും കൊടുത്തു. സൂര്യേട്ടന് നമ്മുടെ കാര്യത്തിൽ പേടിയുണ്ടോ? അത് കേട്ടതും അവൻ അവളെ നോക്കി. ആ കണ്ണുകളിൽ തൻ്റെ ഉത്തരം എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷയാണ്. ഇല്ല, നീ എനിക്കുള്ളതാണ്. അതിലിനി ഒരു മാറ്റമില്ല തുമ്പി. അവൾക്ക് അത് കേട്ടാൽ മതിയായിരുന്നു. അവൻ്റെ നാവിൽ നിന്നും അങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ അവളുടെ ഉള്ളം ഒന്ന് തണുത്തു. മഞ്ഞിൽ തൊടും പോലൊരു കുളിർമ. അവർ പോകാനിറങ്ങിയതും ഷിലുവും ഇറങ്ങി തൻ്റെ വീട്ടിലേക്ക് നടന്നു. എന്നാൽ വീടിൻ്റെ മുൻപിൽ തന്നെയും കാത്ത് എന്ന പോലെ നിൽക്കുന്ന അച്ഛനെ കണ്ടതും അവളുടെ ഉള്ളിൽ എന്തിനെന്നില്ലാതെ പേടി നിറഞ്ഞു. അവളുടെ ഉള്ളം കാൽ മുതൽ ഒരു വിറയൽ കടന്നുപോയി. അരുതാത്തത് എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ അവളുടെ ഉള്ളം ഭയം കൊണ്ട് വിറപൂണ്ടു. തുടരും. അപ്പോൾ സ്റ്റോറി കേട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അടുത്ത പാർട്ടായിട്ട് വരുന്നത് വരെ ബൈ.